ഹായ് ആർമീസെ, ആരും സ്കിപ്പ് ചെയ്യല്ലേ പ്ലീസ്. എനിക്കിങ്ങനെ വീഡിയോയുടെ ഫസ്റ്റ് വന്ന് സംസാരിക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി എപ്പിസോഡ് ലേറ്റ് ആക്കിയതിന്. എനിക്കറിയാം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടെന്ന്. അതൊക്കെ എൻ്റെ സാഹചര്യം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എനിക്ക് പറയാൻ വന്നത്, ഈ എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ലാസ്റ്റത്തെ എപ്പിസോഡൊന്ന് കാണുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാനാരും പുഷ് ചെയ്യല്ല, കാരണം ഒത്തിരി നാളായില്ലേ. അപ്പം ഇത് കാണുമ്പോൾ ആ ഒരു എപ്പിസോഡ് കണ്ടാലേ ഒരു കണക്ഷൻ കിട്ടൂ. അതായത് അതിൻ്റെ ആ ഒരു റിവെഞ്ച് ആ മോഡലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറ്റുമെങ്കിൽ അതൊന്ന് കാണുക. ഞാനധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഓക്കെ. ഹായ് മിസ്റ്റർ അഭിജിത്ത് വർമ്മ. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? നീയോ? അപ്പോൾ ഇത് നിൻ്റെ പണിയായിരുന്നു അടച്ചേട്ടെ? എൻ്റെ പണി തന്നെയാണ്. പിന്നെ നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എൻ്റെ പിള്ളേർ നല്ലോണം കഷ്ടപ്പെട്ടു. അതിൽ കുറച്ച് പേരിപ്പോൾ ഹോസ്പിറ്റലിലുമാണ്. സൂര്യയുടെ അത്രയില്ലെങ്കിലും നീ ഒട്ടും മോശമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിൻ്റെ തലക്കിട്ടൊരെണ്ണം തന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, മറിച്ച് സ്നേഹിക്കാനാണിഷ്ടം. എടാ ചെറ്റെ, നിൻ്റെ മറ്റടുത്ത ഡയലോഗോടെ നിർത്തിയിട്ട് നീ എന്തിനാ എന്നോട് കൊണ്ടുവന്നതെന്ന് പറയണം കോപ്പേ. എൻ്റെ അമ്മ, ഇതാണ് എന്നെ നിന്നിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്നത്. നിൻ്റെ ഈ ശൗര്യം, ഐ റിയലി ലൈക്ക് ഇറ്റ്. എടാ ചെറ്റെ, നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ച്? എന്നെ അങ്ങ് കെട്ടിയിട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നോ? നിൻ്റെ കുണച്ച ഡയലോഗോട് നിർത്തിയിട്ട് പറയണം എന്നെ നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന്. ഇങ്ങനെ കിടന്ന് തിളയ്ക്കാതെ ഞാൻ പറയാം. എല്ലാം പറയാനും ചെയ്യാനും ആണല്ലോ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അധികം വളച്ച് കെട്ടാതെ പറയാം. നീ ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? അതാ ഇവിടെ നടക്കാൻ പോണത്. എന്താ, ഒന്നും മനസ്സിലായില്ലല്ലേ? നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, സൂര്യക്കിട്ട് നല്ലൊരു പണി കൊടുക്കാനും, രണ്ട്, എനിക്ക് നിന്നെ സ്വന്തമാക്കാനും. അത് എങ്ങനെയാണെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? അത് സിമ്പിൾ. അതായത് നിന്നെ ഞാനങ്ങ് കൊല്ലാൻ പോവുക. റിയലായിട്ടല്ല, ഫേക്കായിട്ട്. എന്നിട്ട് ആ കുറ്റം ഞാനങ്ങ് സൂര്യയുടെ തലയിലിട്ട് കൊടുക്കും. അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. അത് എങ്ങനെയെന്നല്ലേ? അതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ട്, നല്ല സ്ട്രോങ് തെളിവ്. അതും എൻ്റെ ഫോണിൽ. സൂര്യ നിന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് പലതവണ കിസ് ചെയ്യുന്ന വീഡിയോ ഈ ഫോണിലുണ്ട്. ഇതൊന്നു മതി എനിക്ക് ആ സൂര്യ ഓട്ടപ്പടല പൂട്ടാൻ. പിന്നെ അവൻ പുറലോകം കാണാത്ത രീതിയിലാക്കാൻ എനിക്കറിയാം. പിന്നെ നിന്നെയും കൊണ്ട് ഞാൻ ഈ നാടേ വിടും. പിന്നെ നീ എനിക്ക് സ്വന്തം. കുറ്റം മൊത്തം സൂര്യയ്ക്ക്. വാവ്, എന്താ ഒരു പ്ലാനിങ്! സൂര്യ? ഞാൻ തന്നെ. നീ ഇവിടെ? അവൻ മാത്രമല്ല, ഞങ്ങളും ഉണ്ട്. എന്താ മോനെ, നീ ഞങ്ങളിവിടെ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? അവൻ എങ്ങനെ നമ്മളെ പ്രതീക്ഷിക്കാനാ? അവൻ ഇവിടെ പ്ലാൻ ചെയ്യുന്ന തിരക്കിലല്ലേ? എന്തായാലും നിൻ്റെ പ്ലാൻ കൊള്ളാം. ഒരു വടിക്ക് രണ്ട് പക്ഷി. എന്നാൽ നമുക്ക് അധികം താമസിക്കാതെ ആ ചടങ്ങിലേക്ക് അങ്ങ് കടന്നാലോ? എന്താ ബോയ്സ്, അങ്ങ് തുടങ്ങല്ലേ? പിന്നെ അല്ലാതെ.
അബി. ആ എടാ നീ കെട്ടൊന്നഴിച്ചേ. ആ ഇപ്പം അഴിക്കാം. വേഗം പെട്ടെന്ന് അഴിക്ക്. അഴിക്കാം. കഴിഞ്ഞു. എവിടെ ചേറ്റ അവന് ഇന്ന് ഞാൻ മതി. നിർത്ത് അബി, സൂര്യ നിർത്ത്. ഇനി അടിച്ചാൽ ചത്തുപോവും. പോലീസിനെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. ബാക്കി അവർ നോക്കിക്കോളൂ. എടാ എന്നാലും ഇവന്. അബി മതി. ദീക്ഷിത്ത് പറയുന്നാലും കാര്യമുണ്ട്. ഇനി അടിച്ചാൽ ഈ ചേട്ട ചത്തുപോവും. ബാക്കി പോലീസ് നോക്കിക്കോളൂ. അബി. എടാ നിങ്ങൾ വരുന്നുണ്ടോ? എനിക്ക് പോകണം. വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ പോവാ. അബി എനിക്ക് നിന്നോട്. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത് വരുന്നുണ്ടെങ്കിൽ വരാൻ, അല്ലാതെ കാണിക്കൊണ്ടവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് ടൈമൊന്നുമില്ല. അബീനെ ഇതിനു മുമ്പ് ഇത്ര ദേഷ്യത്തിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. അബി പ്ലീസ് ഒന്നിക്ക്, ഒരു 5 മിനിറ്റ് മതി. ഞാൻ പോവാ, അല്ലെങ്കിൽ കാണിക്കൊണ്ട ചേറ്റകളൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അബി പ്ലീസ് ഒരു 5 മിനിറ്റ് മതി. എടാ മനു, ഹൃദേശേ, നിങ്ങൾ പോലീസ് വന്നിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറെല്ലാം തീർത്തിട്ട് പയ്യെ വന്നാൽ മതി. എനിക്കിവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഓരോരോ മാരണങ്ങൾ. ഇനി ഞാനിവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ പോവാ. അബി. മനു വാടാ, അവൻ ഒറ്റയ്ക്ക് വിടണ്ട. എടാ നിങ്ങളെങ്ങനെയാ, വരുന്നുണ്ടോ? ഞങ്ങൾ വരുന്നുണ്ട്, വാ പോവാം. നിഖിലേ വാടാ. സൂര്യ നീ വരുന്നില്ലേ? നിഖിലേ നിന്നോടല്ലേ വരാൻ പറഞ്ഞേ, നീ വാ. വരുന്നു. പക്ഷേ എടാ സൂര്യ അവനെയും കൂടെ. നിന്നോട് വരാൻ പറഞ്ഞാൽ നീ വന്നാൽ മതി. അല്ല നിനക്ക് അവൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടമെങ്കിൽ പൊക്കോ. പിന്നെ എന്നെ അങ്ങ് മറന്നേക്കണം. എടാ അത് എന്നാൽ സൂര്യ അവനെ ഇവിടെ ഒറ്റയ്ക്കിട്ട്. നിഖിലേ വേണ്ട, നീ പൊക്കോ, ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം. എല്ലാം ഞാൻ കാരണം. എൻ്റെ ഫ്രണ്ട്സിനെ, അബീനെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ കാരണം, എൻ്റെ സ്വഭാവം കാരണം. അബി എന്നാലും ഒരു 5 മിനിറ്റ് നീ എനിക്ക് തന്നോടായിരുന്നു. തെറ്റ് മൊത്തം എൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് ഞാൻ അവരെ തേടി ചെല്ലണ്ടേ. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാപ്പ് ചോദിച്ചാൽ അവരെന്നോട് ക്ഷമിക്കുമെന്ന്. ഒന്നുമില്ലെങ്കിലും അവരെൻ്റെ ഫ്രണ്ട്സല്ലേ. എല്ലാവരും നല്ല ഫുഡ് അടിയിലാണല്ലോ. എന്താ സ്പെഷ്യൽ എന്ത് കഴിക്കാൻ? എന്നാൽ ഞാനും കൂടി ഇരിക്കാം, നല്ല വിശപ്പ്. എനിക്ക് ഫുഡ് മതി. രാവിലെ തന്നെ ഓരോന്ന് വന്നോളൂ. മനുഷ്യനെ സമാധാനത്തിൽ ഫുഡും കഴിക്കാൻ സമ്മതിക്കില്ല, ശല്യം. വേണ്ട ഇരുന്നോ, ഞാൻ കഴിക്കുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞാ, എനിക്ക് വിശപ്പൊന്നുമില്ല. എന്നാൽ ശരി, നിങ്ങൾ കഴിക്കുക. നിങ്ങൾ സൂര്യോട് ഈ കാണിക്കുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവൻ അബിയോട് കാണിച്ചതോ, അതെല്ലാം ശരിയായിരുന്നോ? അത് എന്താ നിഖിലേ, നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ?
സൂര്യ അബിയോട് കാണിച്ചതെല്ലാം ശരിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതല്ല. പിന്നെ ദേ നോക്ക് നിക്കില്ലേ, നിനക്ക് ചിലപ്പോൾ അവനോട് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, അവൻ നിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം അവൻ അബിയെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. അത് നിനക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മനു, മതി, ഞാനെന്നാ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാം ഞാൻ കാരണം. അവർ നിന്നോട് കാണിക്കുന്ന അകൽച്ചയും അവഗണനയും എല്ലാം ഞാൻ കാരണം. എനിക്കറിയാം അതെല്ലാം എൻ്റെ തെറ്റിനുള്ള ശിക്ഷയാണെന്ന്. എന്നാലും എനിക്കവരെങ്ങനെ വിട്ടളയാൻ പറ്റില്ല. എനിക്കവരെ പഴയ പോലെ തന്നെ വേണം. അതിന് ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എനിക്ക് ഉറപ്പുണ്ട് അവരെന്നെ വീണ്ടും പഴയ പോലെ തന്നെ സ്നേഹിക്കുമെന്ന്. നിങ്ങൾ നേരത്തെ വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിന് ഞങ്ങൾ പറഞ്ഞോ നിന്നോട് വെയിറ്റ് ചെയ്യാൻ? അതില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ഒരുമിച്ചല്ലേ ക്ലാസ്സിലേക്ക് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ വരണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഡെസ്കിൻ്റെ പുറത്തുനിന്ന് എഴുന്നേക്കുമായിരുന്നെങ്കിൽ സൗകര്യമായെന്നെ. എടാ മനു, ഒന്ന് നീങ്ങിയിരുന്നെടാ. എനിക്ക് നീങ്ങിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് താല്പര്യമില്ലാത്ത ഒരാൾ എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സോറി. സൂര്യ, നീ വേണമെങ്കിൽ എൻ്റെ അടുത്തൊന്നിരുന്നോ? നിഖിലെ, നിനക്ക് അവൻ്റെ ഇരിക്കാൻ ഇഷ്ടമാണെങ്കിൽ നീ അവൻ്റെ പോ. അല്ലാതെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നീ ഇരിക്കുന്ന സീറ്റ് മാത്രമല്ല, ഇവിടെ ഞാനും കൂടെ ഉണ്ട്, കേട്ടല്ലോ. സൂര്യ, കുഴപ്പമില്ല നിഖിലെ, നീ അവിടെ തന്നെ ഇരുന്നു. സൂര്യ, ക്ലാസ് കഴിഞ്ഞു, നീ വരുന്നില്ലേ? നിഖിലെ, നീ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ നോക്കൂ. വരുന്നു. സൂര്യ, നീ പൊക്കോ നിഖിലെ, ഞാൻ വന്നോളാം. നിഖിലെ, നിക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? നിഖിലെ, എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല, നീ എന്തിനാ സൂര്യയോട് ഇങ്ങനെ സോഫ്റ്റ് കോർണർ കാണിക്കുന്നേ? എടാ, അത് ഒന്നുമല്ലെങ്കിലും അവൻ നമ്മുടെ ഫ്രണ്ടല്ലേടാ. അവനിങ്ങനെ ഒറ്റപ്പെടുന്ന കാണുമ്പോൾ നീ ഇത്ര പെട്ടെന്ന് അവൻ ചെയ്തതെല്ലാം മറന്നോ? അബിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ? നിന്നോടായിരുന്നു അവനിങ്ങനെയൊക്കെ കാണിച്ചിരുന്നെങ്കിലോ? ദേ അഖിലെ, ഞാൻ അവൻ്റെ ഫ്രണ്ടാ. അപ്പോൾ അബിയോ എൻ്റെ ഫ്രണ്ട് തന്നെയല്ലായിരുന്നോ? എന്നിട്ട് അവൻ അബിയോട് കാണിച്ചതോ? അങ്ങനെ അവന് അബിയോട് കാണിക്കാമെങ്കിൽ അവന് നിന്നോടും കാണിക്കാം. അങ്ങനെ അവൻ കാണിക്കില്ലെന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അത് എനിക്കറിയില്ല. പോകുന്നത് അബിയല്ലേ? അപ്പോൾ അവനിന്ന് ക്ലാസ്സിൽ വന്നായിരുന്നു. എടാ അബി ഡാ ഇവിടെ. ഇതാര്, പ്രദേശോ? അബി, ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു. കാര്യങ്ങളെല്ലാം ഞാനും അറിഞ്ഞായിരുന്നു. എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ നന്നായി. കാരണം ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി ആ മാരണത്തിനെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തല്ലോ, അത് തന്നെ സന്തോഷം. പിന്നെ അബി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഇവർക്കെന്താ ഇതിന് മാത്രം സംസാരിക്കാൻ? അത് കേട്ടാൽ മതി എനിക്ക്. പിന്നെ അബി, നിൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. ഇവരെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അബി, അബി, എനിക്കൊരു കാര്യം നിന്നോട്. ഹൃദേശേ,
പിന്നെ കാണാം, ഞാൻ പോവാ. അബി ഒന്ന് നിൽക്ക് പ്ലീസ്. അബി പോവല്ലേ. അബി പ്ലീസ് നിൽക്ക്. കൈയെടുക്ക്. അബി ഒരു 5 മിനിറ്റ് മതി പ്ലീസ്. അബി പ്ലീസ്. കൈ എടുക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടാട്ടാ നീ എൻ്റെ കൈ കയറി പിടിച്ചത്? അബി നീ എന്താ വിചാരിച്ചേ? നീ ചെയ്യുന്നതിനെല്ലാം ഞാൻ മുമ്പത്തെ പോലെ നിന്ന് തരുമെന്നോ? അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു കേട്ടോടാ. നീ പറഞ്ഞ എല്ലാം കേട്ടു നിൽക്കുന്ന ആ അബി ചത്തു. ഇനി മേലാൽ എൻ്റെ കൺമുമ്പിലെങ്ങാനും വന്നാൽ. അബി നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? അയ്യോ സൂര്യ, 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 എടാ അഖിലേ. അയ്യോ സൂര്യ, സൂര്യ, അവനെന്ത് പറ്റിയതാ? നീ ഇവിടെ കിടന്ന് ഷോ ഓഫ് ഇറക്കാതെ നിന്റെ കാമുകനെ വേണമെങ്കിൽ എടുത്തോണ്ട് പോടി. അബി അപ്പോൾ നിന്റെ പണിയാണല്ലേ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ട് കേട്ടോ നീ സൂര്യയുടെ മേൽ കൈവച്ചത്? നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു, ഇവിടെ കിടന്ന് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാതെ വേണമെങ്കിൽ നിന്റെ കാമുകനെ എടുത്തോണ്ട് പോകാൻ നോക്കടി. അബി നീ കരുതിയിരുന്നു ഇത് നീ ചെയ്തതിന് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. ഐ വിൽ ഷോ യു. എടി കിടന്ന് തിളയ്ക്കാതെ നിന്നോട് പറഞ്ഞ കാര്യം ആദ്യം നീ ചെയ്യാൻ നോക്ക്. അവളുടെ ഒരു ഷോയു. എടാ വീട്, ഇവളോടൊക്കെ പോയി സംസാരിച്ചിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ നീ വരാൻ നോക്ക്. ഡാ അഖിലേ, സൂര്യ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമെല്ലാം ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. സൂര്യ, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാടാ. നീ വീണ വീഴ്ചയിൽ നിൻ്റെ തലയുടെ ബാക്കിൽ ചെറുതായിട്ട് പൊട്ടലുണ്ട്. വേണ്ട. സൂര്യ, നീ എന്താ അബീനെ തിരിച്ചടിക്കാഞ്ഞ്? അവൻ നിന്നെ അത്ര അടിച്ചിട്ടും. നീ എന്താണെങ്കിലേ എല്ലാം മറന്ന പോലെ സംസാരിക്കുന്നത്. ഞാൻ അവനോട് ചെയ്തതെല്ലാം നിനക്കും അറിയാവുന്നതല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ഇതെനിക്ക് ആവശ്യമായിരുന്നു. എന്താവശ്യമായിരുന്നു എന്ന്? ആ അബി നിന്നെ അവിടെ ഇട്ട് തള്ളിയിട്ട് നീ ഒരടിയെങ്കിലും തിരിച്ചു കൊടുത്ത അവന്? നിനക്ക് എന്താ പറ്റിയ സൂര്യ? നീ അവനെ വെറുതെ വിട്ടാലും ഞാൻ ആ അബീനെ വെറുതെ വിടാൻ പോണില്ല. നിനക്കെന്താ അവകാശം അബീനെക്കുറിച്ച് സംസാരിക്കാൻ? അവനെ വെറുതെ വിടാനും വെറുതെ വിടാതിരിക്കാനും നീ എൻ്റെ ആരാ? അത് സൂര്യ, ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ടല്ലേ. ഗേൾ ഫ്രണ്ടോ? മനസ്സിലായില്ല. വെറുതെ 2-3 ഡേറ്റിങ്ങിന് അങ്ങോട്ട് പോയാൽ നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആവുമോ? അത് സൂര്യ, നീയല്ലേ പറഞ്ഞേ നോക്കാന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അല്ല നീ എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. നീ എന്നെ അന്ന് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ശരിയാ, ഞാൻ പറഞ്ഞു 2-3 ഡേറ്റ് പോയിട്ട് നോക്കാമെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നീ എൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന്. അത് പിന്നെ നീ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ കിടന്ന് കാണിച്ച ഷോയൊക്കെ ഞാൻ കേട്ടായിരുന്നു. അവരുടെ മുന്നിൽ നിനക്ക് ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടി നീ കളിച്ച ഡ്രാമയാണെന്നും എനിക്കറിയാം. അതുകൊണ്ടേ അധികം മോളിൽ നിന്ന് കാല് കഴിക്കാതെ ഇവിടുന്ന് പോകാൻ നോക്കും. സൂര്യ, അപ്പോൾ അവൾ നിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലായിരുന്നോ? അപ്പം നീ അന്ന് ഞങ്ങളോട് പറഞ്ഞതോ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. പിന്നെ നിൽക്കില്ലേ, നീയും കൂടെ പൊക്കോ. വേറൊന്നും കൊണ്ടല്ല. ഇനി നീ എൻ്റെ കൂടെ നിന്നെന്നും പറഞ്ഞ് അവർ നിൻ്റെ ഫ്രണ്ട്ഷിപ്പും കൂടെ കട്ടാക്കണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വീട്ടിലേക്ക് പൊക്കോളാം. പിന്നെ നിനക്ക് അവരോട് ദേഷ്യമുണ്ടോ? അവർ നീ അങ്ങനെയൊക്കെ കാണിച്ചതിൻ്റെ പുറത്ത് കാണിക്കുന്നതാ, അല്ലാതെ ദേഷ്യമോ അങ്ങനൊന്നുമില്ലടാ. പിന്നെ നീ പറയാതെ തന്നെ എനിക്കറിയാമല്ലോ അവരെ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഇതൊക്കെ ഞാൻ അർഹിക്കുന്നതാ. സൂര്യ, നീ ഓക്കെ അല്ലേ? ഞാൻ വീണ്ടും ചോദിക്കുക, നീ ഒറ്റയ്ക്ക് പോകുമോ? ഞാൻ ഓക്കെ ആണ്, നീ പൊക്കോ, ലേറ്റ് ആക്കണ്ട. സൂക്ഷിച്ചു പോണേടാ. എടാ, അവൻ പോയോ? നീയോ? നീ ഇതുവരെ പോയില്ലേ? പിന്നെ അവനെക്കുറിച്ച് അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? എടാ, അത്
അവൻ എങ്ങനെയുണ്ട് ഇപ്പോൾ? നീയും കൂടെ അവൻ്റെ കൂടെ പോകാൻ വയ്യായിരുന്നു? ഓ, എന്നിട്ട് വേണം നിൻ്റെയൊക്കെ വായിലിരിക്കുന്ന ഞാൻ കേൾക്കാം. പിന്നെ നിൻ്റെ ഈ സ്നേഹവും കരുതലും ഒന്നും അവനോടെ വീണ് കിടന്നപ്പോൾ കണ്ടില്ലല്ലോ. ഒന്ന് നോക്കുപോലും ചെയ്യാതെ ചാടത്തുള്ളി പോയതല്ലേ. എന്നിട്ട് ഇപ്പം എന്ത് പറ്റി അവനെക്കുറിച്ച് വന്ന് അന്വേഷിക്കാൻ? എടാ, അത് നിനക്കും അറിയാവുന്നതല്ലേ അവൻ അബിയോട് ചെയ്തതെല്ലാം. ഇപ്പോഴും അബിയല്ലല്ലോ സൂര്യയുടെ അടുത്തേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നത്, സൂര്യയല്ലേ. അപ്പോഴല്ലേ അവൻ അടിച്ചത് എന്നും പറഞ്ഞ് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കൂടെയുള്ളവനല്ലടാ അവൻ. അവനങ്ങനെ അടികൊള്ളുന്നത് കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എടാ, നീ ഇങ്ങനെ സെൽഫിഷ് ആവാതെ നീ അവരെക്കുറിച്ചും കൂടെ ചിന്തിക്ക്. നിനക്ക് നിൻ്റെ ഫ്രണ്ട് എത്ര വലുതാണോ അതുപോലെ തന്നെയല്ലേ അവർക്കും. ശരിയായിരിക്കാം, സൂര്യ അബിയോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്, അത് എനിക്കും അറിയാം. പക്ഷേ നീ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യ അബിയോട് അങ്ങനെയെല്ലാം ചെയ്ത സമയത്ത് അവന് നമ്മളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സൂര്യക്ക് അങ്ങനെയാണോ? അവനിപ്പോൾ ആരുമില്ല, അവൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയില്ലേ. പിന്നെ അവനിപ്പോൾ അവൻ്റെ തെറ്റ് തിരുത്താനല്ലേ നോക്കുന്നേ. അപ്പം നമ്മളല്ലേ അവനൊരവസരം കൊടുക്കേണ്ടത്. തെറ്റ് പോലും എത്ര സിമ്പിളായിട്ടാണ് നീ അത് പറഞ്ഞത്. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയൂ. നിൻ്റെ അനുവാദമില്ലാതെ നിൻ്റെ ശരീരത്തിലാണ് ഒരാൾ തൊടുന്നതെങ്കിൽ നിനക്കത് സഹിക്കുമോ? പറ, നിനക്കത് സഹിക്കുമോ? പിന്നെ നിൻ്റെ ഈ ഫ്രണ്ട് തന്നെയാണ് അബീനെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തത്. എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് പൊറുക്കാനും പറ്റില്ല. പിന്നെ എൻ്റെ മനസാക്ഷി വെച്ച് ഞാൻ അന്വേഷിക്കാൻ വന്നു, അത്രേ ഉള്ളൂ. ഞാൻ പോവാ. മോനെ സൂര്യ, അവിടെ നിന്നേ. എന്തായിരുന്നു ലേറ്റായേ? ഡാഡപ്പോൾ വന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കുറച്ചു നേരം വന്നിട്ട്. മോനെന്താ ഇന്ന് ലേറ്റായേ? അത് ഡാഡ്, ഞാൻ അല്ല, മോൻ്റെ തലയ്ക്കിതെന്ത് പറ്റി? ഒരു കെട്ടൊക്കെ എന്ത് പറ്റി മോനെ? അത് ഡാഡ്, ഞാൻ കോളേജിൽ വെച്ച് സ്റ്റെയർ ഇറങ്ങിയപ്പോൾ ഒന്ന് സ്ലിപ്പായതാ. എന്തുവാ മോനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്നിട്ട് നല്ലോണം പൊട്ടിയിട്ടുണ്ടോ? ഇല്ല ഡാഡ്, ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടേ ഉള്ളൂ. എന്താ മോനെ നീ ഇങ്ങനെ? എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും നീ മാത്രമുള്ളതെന്ന് അറിയാലോ. ഡാഡിനാണെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, പാർട്ടിയുടെ അകത്തും പുറത്തും. മോനറിയാലോ, എതിർ പാർട്ടിയുടെ ഗുണ്ടകൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. അതുകൊണ്ട് മോൻ സൂക്ഷിക്കണം. ഡാഡ്, ടെൻഷൻ അടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. എന്നാ മോൻ പോയി റെസ്റ്റ് എടുക്ക്. ഓക്കെ ഡാഡ്. അബി, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാന്ന്. പക്ഷെ നീ എന്താ എനിക്കൊരവസരം തരാത്ത, എന്നെ ഒന്ന് കേൾക്കാൻ കൂട്ടാക്കാത്ത? നീ എന്നിൽ നിന്ന് അകന്നു പോവാണോ അബി? അബി, ഇനി ഇതുപോലുള്ള നല്ല മൂമെൻറ്റ്സ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. നീ എന്നെ ശരിക്കും വെറുത്തോ അബി? എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ്. അത് നിൻ്റെ വീട്ടിലന്ന് വന്നപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടപ്പോഴോ നീ ഡയറിയിൽ എന്നെ ഇഷ്ടമാണെന്ന് എഴുതിയത് കണ്ടപ്പോഴോ അന്ന് ഇഷ്ടമല്ല. ഈ ഇഷ്ടം എൻ്റെ ഉള്ളിൽ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ ഈഗോയും എൻ്റെ വാശിയും എൻ്റെ അഹങ്കാരവും അതെല്ലാം നിന്നോടുള്ള എൻ്റെ ഇഷ്ടം മറച്ചു വെച്ചത്. പക്ഷെ എനിക്കിപ്പോൾ
മനസ്സിലാവുന്നുണ്ട് ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അബി, നീ എന്നോട് ഒരിക്കലും ഇനി ക്ഷമിക്കില്ല. നീ കാണിക്കുന്ന അവഗണനയും അകൽച്ചയും എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. പ്ലീസ് അബി, ഒരവസരം കൂടെ എനിക്ക് തന്നൂടെ? അബി, ഇവനെന്ത് പറ്റി? ഇവനെന്താ വിളിച്ചിട്ട് മിണ്ടാത്തെ? എടാ അബി, ആ ആ, നീ വിളിച്ചായിരുന്നോ? കൊള്ളാം, വിളിച്ചായിരുന്നോ? ഒന്ന് എത്ര വിളിച്ചു? എന്തു പറ്റി നിനക്ക്? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ആ, അത് ഒന്നുമില്ല. എന്തിനാ അബി കള്ളം പറയുന്നത്? നിൻ്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാലോ നിനക്കെന്താ പ്രശ്നമുണ്ടെന്ന്. എന്താ ഇന്നലത്തെ ഇൻസിഡൻ്റ് ഓർത്തിട്ടാണോ? അതൊന്നുമല്ല. പിന്നെ നീള, ഞാൻ കോളേജ് മാറിയാലോ എന്ന് ആലോചിക്കുമായിരുന്നു. നിനക്കെന്താ അബി വട്ടമുണ്ടോ? ഈ ലാസ്റ്റ് സെമസ്റ്ററിൽ നിനക്ക് എവിടെ അഡ്മിഷൻ കിട്ടാൻ? എന്താ നിൻ്റെ പ്രശ്നം? സൂര്യയാണോ? അത് നിൻ്റെ ഈ പരങ്ങൽ കണ്ടാൽ തന്നെ അറിയാം അവനാണെന്ന്. എന്താ അബി, നിനക്കിപ്പോഴും അവനോട് ഫീലിങ്സ് ഉണ്ടോ? ഫീലിങ്സോ? എനിക്കോ? എനിക്കവനെ കാണുന്നത് പോലും വെറുപ്പാണ്. അവൻ്റെ പ്രസൻസ് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോളേജിൽ നിന്ന് പോകാമെന്ന് പോലും വിചാരിച്ചേ. ഞാൻ ഈ ലോകത്ത് ഇത്രയധികം ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ മാത്രമായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് ഞാൻ പോലും അറിയാതെ പതറിപ്പോവുക. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ എൻ്റെ ദേഷ്യമൊക്കെ ഉരുകിപ്പോവുക. അവൻ ഒറ്റപ്പെടുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സാണ് വേദനിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെയെന്ന്. അബി, എനിക്കറിയാം അവൻ എന്നോട് കാണിച്ചത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണെന്ന്. അവൻ ഇത്രയും വലിയ ക്രൂരതകൾ എന്നോട് കാണിച്ചിട്ടും എനിക്കവനെ പൂർണ്ണമായിട്ട് വെറുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്നോട് തന്നെ അറപ്പ് വെറുപ്പ് തോന്നുക. എനിക്കിങ്ങനെ ആവണ്ടതില്ല, എനിക്കിങ്ങനെ ആവണ്ട. അബി, ഇങ്ങനെ കരയില്ലട, കണ്ടിട്ട് സഹിക്കാൻ വയ്യ. നീള, എനിക്കവനെ സ്നേഹിക്കേണ്ടതില്ല, എനിക്കവനെ വെറുത്താ മതി. പക്ഷെ എൻ്റെ മനസ്സത് കേൾക്കുന്നില്ല നീള. അബി, എനിക്കവനെ വെറുക്കണം നീള. എനിക്കവനെ വെറുത്തേ പറ്റൂ. അതിന് ഞാൻ അവനിൽ നിന്ന് അകലണം. അവനെ ഞാൻ കൂടുതൽ വേദനിപ്പിക്കണം. ഞാൻ ഈ വേദനിക്കുന്നതിൻ്റെ 10 ഇരട്ടി വേദന അവൻ അറിയണം. അത് ഞാൻ അറിയിക്കും. എല്ലാവർക്കും ഈ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ചെയ്യിപ്പിച്ച ഈ പ്രോബ്ലംസ് എല്ലാം വെച്ചിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് ആക്കി തയ്യാറാക്കി കൊണ്ടുവരണം. ഓ, ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാന്നറിഞ്ഞില്ലല്ലോ. അങ്ങയുടെ ഒടുക്കത്തൊരു പ്രൊജക്റ്റ്. ഇനി ഇതും ചെയ്യണം. ഓ, എൻ്റെ പൊന്നും മനു, ഒന്ന് പയ്യെ പറ. അങ്ങയുടെ ചെവിയിലെങ്ങാനും വീണ നിൻ്റെ കാര്യം കട്ട പുകയാ. പിന്നെ എനിക്ക് അങ്ങേരൊന്നും പേടിയില്ല. ഇത് പൊന്നുമോനെ, അങ്ങേരുടെ നിന്ന് പണിഷ്മെൻറ്റ് കിട്ടുമ്പോഴും ഇത് തന്നെ പറയണം. ഒന്ന് പോടാത്തേണ്ടി, കരുന്നാക്കടുത്ത് വളയ്ക്കാതെ. അല്ലേ തന്നെ ഞാൻ അങ്ങേരുടെ കണ്ണിൽ കരടാം. മനു, സ്റ്റാൻഡപ്പ്. ഓ, പൊക്കിയല്ലോ എൻ്റെ കുണ്ടലസ്വാമി, കാത്തോണേ. എന്താ സാർ വിളിച്ചേ? നിന്നെ ഒന്ന് കാണാൻ. എന്താ? ഒന്ന് പോ സാറേ. സാറിനതിന് എന്നെ അത്ര ഇഷ്ടാ? ഇഡിയറ്റ്,
ക്ലാസ്സിലിരുന്ന് സംസാരിച്ചാൽ പോരാ, ഇനി എന്തിനാ വിളിച്ചെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാടാ. ദേ സാറേ, ഇത് കള്ളക്കളിയാണേ. സാറല്ലേ എന്നെ വിളിപ്പിച്ചത്, അപ്പം സാറല്ലേ പറയണ്ട എന്തിനാ എന്നെ വിളിച്ചതെന്ന്. അല്ലാതെ എനിക്കങ്ങനെ അറിയാനാ? ഈ സാറിന് ഒന്നും അറിയില്ല, ഒരു മണ്ടൻ തന്നെ. സ്റ്റുപ്പിഡ്. താനൊക്കെ പഠിക്കാൻ തന്നെയാണോടാ വരുന്നത്? താനൊരു കാര്യം ചെയ്യ്, ക്ലാസ് കഴിയുമ്പോൾ ഈ ക്ലാസ് റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് പോയാൽ മതി. ഇരിക്കാടാ. ഓക്കെ സാർ. കിട്ടിയല്ല വയറ് നിറച്ച്. ഇപ്പം നിനക്ക് സമാധാനം ആയാ? ഏറെക്കുറെ. ഞാൻ വിചാരിച്ചു അങ്ങേര് എന്തോ വലിയ പണിഷ്മെൻ്റാണ് തരാൻ പോണേന്ന്. ഇത് ചീല് കേസ്. നീയുണ്ടല്ലോ. എല്ലാം എൻ്റെ കുണ്ടലസ്വാമിയുടെ അനുഗ്രഹം. നീ ഈ ആസാമിനെ വിളിക്കുന്ന ഇതുവരെ നിർത്തിയില്ലേ? അവൻ്റെ ഒരു കുണ്ടലസ്വാമി. ദേ, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. എൻ്റെ കുണ്ടലസ്വാമിയെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലാ. എൻ്റെ കുണ്ടലസ്വാമി ഈ പാപിക്ക് മാപ്പ് കൊടുക്കണേ. കുണ്ടലസ്വാമി ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. എടാ നിഖില്, അവർ നിന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നെക്കുറിച്ചോ? അവരേതോ സ്വാമീനെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്? എടാ പൊട്ട, നീയല്ലേ ആ സ്വാമി, കുണ്ടലസ്വാമികൾ. അത് ശരിയാണല്ലോ. കൊള്ളാം, കുണ്ടലസ്വാമിയെ സൃഷ്ടിച്ച നീ വരെ മറന്നുപോയി. എന്നിട്ടും ആ മനു മറന്നിട്ടില്ല. നീ വല്ലമാണ് കുണ്ടലസ്വാമി എന്നും പറഞ്ഞ് അവനെ പറ്റിച്ചെന്നറിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രശ്നത്തിനിടയിൽ ഇതും കൂടെ വന്നാൽ പിന്നെ ശുഭമായി കാര്യങ്ങളെല്ലാം. പിന്നെ നിനക്ക് ആ മനുവിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. അവനൊരു പൊട്ടനാ, അബിയല്ല അവൻ. നീയാണ് അവനെ പറ്റിച്ചതെന്ന് അറിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം കട്ടപ്പോകയാ മോനെ. എൻ്റെ ഒരു വിധി. ഏത് കഷ്ടകാല സമയത്താണോ അത് ചെയ്യാൻ തോന്നിയത്? എടാ, നീ ഇങ്ങനെ കിടന്ന് അലറാതെ. അലറി തന്നെ നീ അവരെ അറിയിക്കുമല്ലോ നീയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊജക്റ്റിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് ആരും ചെയ്യണ്ട, നമുക്കിത് ഗ്രൂപ്പായിട്ട് ചെയ്യാം. അപ്പം ഞാൻ തന്നെ നിങ്ങളുടെ കുറച്ച് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ റോൾ നമ്പേഴ്സ് വിളിക്കാം. ആദ്യം വിളിക്കുന്ന 10 റോൾ നമ്പേഴ്സ് ആയിരിക്കും ഒരു ഗ്രൂപ്പ്. പിന്നെ ഓർഡറിലല്ലായിരിക്കും, ഇടയ്ക്കിട്ടായിരിക്കും നമ്പേഴ്സ് വിളിക്കുന്നത്. ഓക്കെ? ഗോഡ് പ്ലീസ്, എനിക്ക് അബിയുടെ ഗ്രൂപ്പിൽ തന്നെ കിട്ടണേ പ്ലീസ് ഗോഡ്. ഓൾമോസ്റ്റ് എല്ലാവരുടെ നമ്പർ വിളിച്ചു കഴിഞ്ഞില്ലേ? ഇനി ഇതിൽ ആരുടെയെങ്കിലും വിളിക്കാത്തതായിട്ടുണ്ടോ? സാർ, എൻ്റെ ഉണ്ട്. എൻ്റെ നമ്പർ വിളിച്ചില്ലായിരുന്നു. അയ്യോ, ആണോ? സോറി, ഞാൻ വിട്ടുപോയതായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അബിയുടെയൊക്കെ ഗ്രൂപ്പിൽ 9 പേരല്ലേ ഉള്ളൂ. അപ്പോൾ സൂര്യ വേണമെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ പോക്കോ. താങ്ക് ഗോഡ്. എന്താ സൂര്യ, അബിയുടെയൊക്കെ ഗ്രൂപ്പ് ഓക്കെ അല്ലേ തനിക്ക്? എനിക്ക് ഓക്കെയാണ് സാർ. എനിക്ക് കുഴപ്പമുണ്ട് സാർ. സൈലൻസ്. പിന്നെ അബി, തനിക്കെന്താ തന്റെ ഗ്രൂപ്പിൽ സൂര്യനെ ചേർത്താ? തന്റെ ഗ്രൂപ്പിൽ 9 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് സൂര്യനെ കൂടെ തന്റെ ഗ്രൂപ്പിൽ ചേർത്തേച്ചാൽ മതി. ബുദ്ധിമുട്ടാണ് സാർ. പിന്നെ സാറിന് സൂര്യനെ ഗ്രൂപ്പിൽ ചേർത്തേ മതിയാവുമെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിക്കോളാം. എടോ അബി, താൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? താനെന്തിനീ പകയും വിദ്വേഷമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? നിങ്ങളിനി കുറച്ച് മാസമല്ലേ ഉള്ളൂ ഈ കോളേജിൽ. സാറേ വേണ്ട, എനിക്ക് കുഴപ്പമില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളാം. എന്തെങ്കിലും ചെയ്, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെന്ത് ചപ്പും ചവറും എവിടെ? ഇത് ക്ലാസ് റൂമോ അതാ ചന്തയാ? ഈ ബോർഡെങ്കിലും അങ്ങേർക്ക് തുടച്ചിട്ടിട്ട് പോകാൻ വയ്യായിരുന്നു. ദാഹിച്ചിട്ട് പോയാൽ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അയ്യോ എടാ മനു, അത് കുടിക്കരുത്. തറ തുടയ്ക്കുന്ന ലോഷനാ. ലോഷനാ? കുറച്ചും കൂടെ താമസിച്ച് പറഞ്ഞാൽ പോരാന്നറ പട്ടി. അത് കൊള്ളാം. ഞാനിപ്പോൾ പറഞ്ഞില്ലായിരുന്നെങ്കിലേ കാണായിരുന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഉണ്ടൊരു തീറ്റിപ്പണ്ടാരം. എന്ത് കണ്ടാലും എടുത്ത് കമത്തിക്കോളൂ. കുറച്ചും കൂടെ പയ്യെ തുടയ്ക്കടാ, അല്ലെങ്കിലേ അതിന് വേദനിക്കും. എടാ ദീക്ഷിത്ത്, കുറേ നേരമായി നീ അവിടെ നിന്ന് എന്നെ കളയാക്കാൻ തുടങ്ങിയിട്ട്. ഹെൽപ്പും ചെയ്യില്ല, എന്നിട്ട് കുറ്റവും. മനു, ഞാൻ വേണമെങ്കിൽ നിന്നെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറ മനു. ഫസ്റ്റ് പോയി സ്വന്തം മനസ്സ് ക്ലീൻ ചെയ്യാൻ പറ.
എന്നിട്ട് മതി ക്ലാസ് റൂം ക്ലീൻ ചെയ്യലൊക്കെ. അങ്ങനെ പറയണ്ടായിരുന്നു അബി, അത് കുറച്ച് കൂടിപ്പോയി. ശരിയാ അബി, അത് കുറച്ച് കൂടിപ്പോയി. എനിക്ക് തോന്നിയില്ല അങ്ങനെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് എൻ്റെ കുറ്റമല്ല. ഞാൻ പോവാം.